അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഹദീസ് 24 രഹസ്യ ജീവിതം. അൻ സൗബാൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല ലഅഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി യഅ്തൂന യൗമൽ ഖിയാമത്തി ബിഹസനാതി അംസാലി ജിബാലി തിഹാമ بيضا فيجعلها الله عز وجل هباء منثورا. قال ثوبان يا رسول الله صفهم لنا جلهم لنا وأن لا نكون منهم ونحن لا نعلم. قال أما إنكم إخوانكم ومن جلدتكم ويأخذون من الليل كما تأخذون ولكنهم أقوام إذا خلوا بمحارم الله انتهكوا. സൗബാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകളെ ഞാൻ അറിയും. തീർച്ച അവർ അന്ത്യനാളിൽ വെളുത്ത തിഹാമ മലകളെപ്പോലുള്ള നന്മകളുമായി വരുന്നതാണ്. അപ്പോൾ അള്ളാഹു ആ നന്മകളെ ചിതറപ്പെട്ട ധൂളികളാക്കുന്നതാണ്. സൗബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, അവരെ ഞങ്ങൾക്ക് വർണ്ണിച്ചു തന്നാലും വ്യക്തമാക്കി തന്നാലും ഞങ്ങളറിയാതെ അവരുടെ കൂട്ടത്തിൽ പെട്ടുപോകാതിരിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയം അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്, നിങ്ങളുടെ വർഗത്തിൽപ്പെട്ടവരുമാണ്. നിങ്ങൾ രാവിനെ സ്വീകരിക്കുന്നത് പോലെ അവരും രാവിനെ സ്വീകരിക്കും. പക്ഷേ അള്ളാഹു ഹറാമാക്കിയതിൽ നിന്ന് അവർ ഒറ്റപ്പെട്ടാൽ പ്രസ്തുത ഹറാമുകളെ അവർ യഥേഷ്ടം പ്രവർത്തിക്കും. രഹസ്യ ജീവിതത്തിൽ തിന്മകൾ ചെയ്യുക എന്നുള്ളത് വലിയ പാപമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബത്തിനെ പല സമയങ്ങളിലും ഈ വിഷയത്തെ സംബന്ധിച്ച് ഉപദേശിച്ചിട്ടുണ്ട്. ഉസാമത്ത് ബിനു ശരീഖിൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ കരിഹല്ലാഹു മിൻക ശൈഅൻ ഫലാ തഫ്അലുഹു ഇദാ ഖലൗ. ഉസാമത്ത് ബിനു ശരീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു നിന്നിൽ നിന്ന് വെറുക്കുന്ന ഒരു കാര്യം നീ തനിച്ചാകുമ്പോൾ ചെയ്യരുത്. മറ്റൊരിക്കൽ തൻ്റെ അരികിൽ ഉപദേശം തേടി വന്ന ഒരു വ്യക്തിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിൻ്റെ സമൂഹത്തിലെ ഒരു നല്ല വ്യക്തിയിൽ നിന്ന് ലജ്ജിക്കും പോലെ അള്ളാഹുവിൽ നിന്ന് നീ ലജ്ജയുള്ളവനാകുവാൻ ഞാൻ നിന്നോട് ഉപദേശിക്കുന്നു. നമ്മളറിയുന്ന വ്യക്തികളുടെ മുമ്പിൽ വെച്ച് തിന്മകൾ ചെയ്യാൻ നമ്മൾ ലജ്ജിക്കുന്നു. അതുപോലെ തനിച്ചാകുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള ലജ്ജ വേണമെന്നർത്ഥം. അള്ളാഹുവിനെക്കുറിച്ചുള്ള ലജ്ജയും രേഖപ്പെടുത്തുന്ന മലായിക്കത്തിനെക്കുറിച്ചുള്ള ലജ്ജയും ഈ രഹസ്യം നാളെ പരലോകത്ത് വെളിക്കുവന്ന് എല്ലാവരും കാണും എന്നുള്ള ലജ്ജയും കൂടിച്ചേർന്നാൽ ഒരാൾക്ക് രഹസ്യജീവിതം ഭംഗിയാക്കാൻ സാധിക്കും. രഹസ്യജീവിതം ഭംഗിയാക്കാൻ ഒറ്റക്കാവുമ്പോഴുള്ള കടുത്ത ശ്രദ്ധ നമ്മിൽ വന്ന് മൂടേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.